പൊന്നൊളിയിൽ കല്ലറ മിന്നുന്നു. മഹിമയോടെ നാഥനുയർക്കുന്നു. മുറിവുകളാൽ മൂടിയ മേനീതാ നിറവോലും പ്രഭയിൽ മുഴുകുന്നു. പൊന്നൊളിയിൽ കല്ലറ മിന്നുന്നു. മഹിമയോടെ നാഥനുയർക്കുന്നു. മുറിവുകളാൽ മൂടിയ മേനീതാ നിറവോലും പ്രഭയിൽ മുഴുകുന്നു. തിരുശിരസിൽ മുൾമുടി ചൂടിയവൻ സുരഭിലമാം പൂങ്കതിരണിയുന്നു. കണ്ണീരിൽ മുങ്ങിയ നയനങ്ങൾ കനകം പോൽ മിന്നി വിളങ്ങുന്നു. തിരുശിരസിൽ മുൾമുടി ചൂടിയവൻ സുരഭിലമാം പൂങ്കതിരണിയുന്നു. കണ്ണീരിൽ മുങ്ങിയ നയനങ്ങൾ കനകം പോൽ മിന്നി വിളങ്ങുന്നു. പൊന്നൊളിയിൽ കല്ലറ മിന്നുന്നു. മഹിമയോടെ നാഥനുയർക്കുന്നു. മുറിവുകളാൽ മൂടിയ മേനീതാ നിറവോലും പ്രഭയിൽ മുഴുകുന്നു. പുക പൊങ്ങും മരണത്താഴ്വരയിൽ പുതുജീവൻ പൂന്തളിരണിയുന്നു. മാനവരും സ്വർഗനിവാസികളും വിജയാനന്ദത്തിൽ മുഴുകുന്നു. പുക പൊങ്ങും മരണത്താഴ്വരയിൽ പുതുജീവൻ പൂന്തളിരണിയുന്നു. മാനവരും സ്വർഗനിവാസികളും വിജയാനന്ദത്തിൽ മുഴുകുന്നു. പൊന്നൊളിയിൽ കല്ലറ മിന്നുന്നു. മഹിമയോടെ നാഥനുയർക്കുന്നു. മുറിവുകളാൽ മൂടിയ മേനീതാ നിറവോലും പ്രഭയിൽ മുഴുകുന്നു. എൻ പേർക്കായി യേശു മരിച്ചതിനാൽ യേശുവിനായി ഇനി ഞാൻ ജീവിക്കും. എൻ പേർക്കായി യേശു ഉയർത്തതിനാൽ ഒടുവിൽ ഞാൻ അവനിൽ ചേർന്നിടും. എൻ പേർക്കായി യേശു മരിച്ചതിനാൽ യേശുവിനായി ഇനി ഞാൻ ജീവിക്കും. എൻ പേർക്കായി യേശു ഉയർത്തതിനാൽ ഒടുവിൽ ഞാൻ അവനിൽ ചേർന്നിടും. പൊന്നൊളിയിൽ കല്ലറ മിന്നുന്നു. മഹിമയോടെ നാഥനുയർക്കുന്നു. മുറിവുകളാൽ മൂടിയ മേനീതാ നിറവോലും പ്രഭയിൽ മുഴുകുന്നു. പൊന്നൊളിയിൽ കല്ലറ മിന്നുന്നു. മഹിമയോടെ നാഥനുയർക്കുന്നു. മുറിവുകളാൽ മൂടിയ മേനീതാ നിറവോലും പ്രഭയിൽ മുഴുകുന്നു. നിറവോലും പ്രഭയിൽ മുഴുകുന്നു.
ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. 17-ാം സങ്കീർത്തനം 14-ാം വാക്യം മുതൽ. അവരുടെ ഓഹരി ഈ ആയുസ്സിലത്രേ, നിന്റെ സമ്പത്ത് കൊണ്ട് നീ അവരുടെ വയറ് നിറയ്ക്കുന്നു. അവർക്ക് പുത്രസമ്പത്ത് ധാരാളമുണ്ട്. തങ്ങളുടെ ധനശിഷ്ടം അവർ കുഞ്ഞുങ്ങൾക്ക് വെച്ചേക്കുന്നു. ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും. ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. ഈ അനുഗ്രഹീതമായ പ്രാർത്ഥനയിൽ ദാവീദ് പറയുന്നതാണ്, ബട്ട് ആസ് ഫോർ മീ മൈ കണ്ടൻമെൻറ്റ് ഈസ് നോട്ട് ഇൻ വെൽത്ത്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സംതൃപ്തി സമ്പത്തിലല്ല. മൈ കണ്ടൻമെൻറ്റ് ഈസ് നോട്ട് ഇൻ വെൽത്ത്. എൻ്റെ സന്തോഷവും സംതൃപ്തിയും ധനത്തിലല്ല, സമ്പത്തിലല്ല, പണത്തിലല്ല. ബട്ട് ആസ് ഫോർ മീ മൈ കണ്ടൻമെൻറ്റ് ഈസ് നോട്ട് ഇൻ വെൽത്ത് ബട്ട് ഇൻ സീയിങ് യു ആൻഡ് നോയിങ് ഓൾ ഈസ് വെൽ ബിറ്റ്വീൻ അസ്. നിന്നെ നേരിട്ട് കാണുന്നതിലാണ് എൻ്റെ സന്തോഷം. നിന്നെ ഒന്ന് കണ്ടുകിട്ടുന്നതിലാണ് സന്തോഷം. നിന്നെ ഒന്ന് വെളിപ്പെട്ട് കിട്ടുന്നതിലാണ് സന്തോഷം. ഉടയവനെ നിന്നെ കാണുന്നതിലാണ് സന്തോഷം. പോരാ, അതുമാത്രമല്ല, ആൻഡ് നോയിങ് ഓൾ ഈസ് വെൽ ബിറ്റ്വീൻ അസ്. ദൈവമേ, ഞാനും നീയും തമ്മിൽ എല്ലാം ഒന്ന് നിരപ്പിലാണ് എന്ന് അറിയുന്നതാണ് എൻ്റെ സന്തോഷം. ഞാൻ ദൈവത്തിൽ നിന്ന് പാപം മൂലം അകന്നു നിൽക്കുകയല്ല. എൻ്റെ പാപം ക്ഷമിച്ചു കിട്ടി. ഞാൻ ദൈവത്തോട് നിരപ്പിലായി. ദൈവമായുള്ള അകൽച്ച മാറ്റിക്കിട്ടി. ദൈവത്തോടുള്ള വൈപരീത്യം എന്നിൽ നിന്ന് മാറിക്കിട്ടി. ദൈവത്തോടുള്ള വൈരുദ്ധ്യം എന്നിൽ നിന്ന് നീങ്ങിക്കിട്ടി. എൻ്റെ പാപം ക്ഷമിച്ചു കിട്ടി. എൻ്റെ അകൃത്യം മോചിച്ചു കിട്ടി. അങ്ങനെ ഞാനത് അറിയുന്നു. നോയിങ് ഓൾ ഈസ് വെൽ ബിറ്റ്വീൻ അസ്. നാം തമ്മിൽ ഐക്യമായി എന്ന്, നിരപ്പായി എന്ന്, എൻ്റെ പാപം ക്ഷമിച്ചു കിട്ടിയെന്ന് അറിയുന്നതിലാണ് എൻ്റെ കണ്ടൻമെൻറ്റ്, എൻ്റെ സന്തോഷം, എൻ്റെ സംതൃപ്തി. But as for me, my contentment is not in wealth, but in seeing you and knowing all is well between us. And when I awake in heaven, I will be fully satisfied, for I will see you face to face. ഒരു ദിവസം ഞാൻ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകും. എന്നിട്ട് ഞാൻ ഉണരും. ഇവിടെ നിത്യമായ ഉറക്കത്തിലേക്ക് ഞാൻ കടക്കും. അന്തിമമായ നിദ്ര, നിത്യനിദ്ര, അന്തിമമായ അവസാനത്തെ ഉറക്കം. ആ ഉറക്കം കഴിഞ്ഞ് ഞാൻ ഉണരും. എവിടെ ഉണരും? വെൻ ഐ എവേക്ക് ഇൻ ഹെവൻ. ഞാൻ സ്വർഗത്തിൽ ചെന്ന് ഉണരും. ഭൂമിയിൽ ഉറങ്ങാൻ കിടന്നു, സ്വർഗത്തിൽ ഉണരും. ദൈവത്തിന് സ്തോത്രം. എന്തൊരു പ്രത്യാശ അല്ലേ! എന്തൊരു പ്രത്യാശ! ദൈവത്തിന് സ്തോത്രം. വെൻ ഐ എവേക്ക് ഇൻ ഹെവൻ ഐ വിൽ ബി ഫുള്ളി സാറ്റിസ്ഫൈഡ്. ഞാൻ മുഴുവൻ സംതൃപ്തനാകും. ഞാൻ പൂർണ്ണമായി സന്തുഷ്ടനാകും. എന്തുകൊണ്ട്? ഫോർ ഐ വിൽ സീ യു ഫേസ് ടു ഫേസ്. എനിക്ക് എൻ്റെ കർത്താവിനെ മുഖാമുഖം കാണാമല്ലോ. ഈ ഭൂമിയിൽ വെച്ച് എൻ്റെ പാപങ്ങൾ ക്ഷമിച്ചു കിട്ടിയല്ലോ. ഈ ഭൂമിയിൽ വെച്ച് ദൈവം കരുണയാൽ സൗജന്യമായി എൻ്റെ പാപക്കറകളെല്ലാം കഴുകിത്തന്നല്ലോ. അതുകൊണ്ട് ഞാൻ സ്വർഗത്തിൽ ഉണരുമ്പോൾ ഞാൻ പൂർണ്ണമായും സംതൃപ്തനാകും. ഫോർ ഐ വിൽ സീ യു ഫേസ് ടു ഫേസ്. കർത്താവേ, എനിക്ക് നിന്നെ മുഖാമുഖം കാണാൻ അന്ന് ഭാഗ്യം ലഭിക്കുമല്ലോ. സഹോദരങ്ങളെ, മലയാള വേദപുസ്തകത്തിൽ നാം വായിച്ചത് അങ്ങനെയാണ്. അവരുടെ ഓഹരി ഈ ആയുസ്സിലത്രേ, നിന്റെ സമ്പത്ത് കൊണ്ട് നീ അവരുടെ വയറ് നിറയ്ക്കുന്നു. അവർക്ക് പുത്രസമ്പത്ത് ധാരാളമുണ്ട്. തങ്ങളുടെ ധനശിഷ്ടം അവർ കുഞ്ഞുങ്ങൾക്ക് വെച്ചേക്കുന്നു. ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും. ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. പുത്രസമ്പത്ത് ധാരാളമുണ്ട്. ഇവിടെ ധനം ധാരാളമുണ്ട്. ധാരാളം മക്കൾ, മക്കളുടെ മക്കൾ, സ്വത്ത്, ഭൂമി, നിലംപുരിയിടങ്ങൾ, പണം, ബാങ്ക് ഡിപ്പോസിറ്റ്, നല്ല വരുമാനം, നല്ല ചുറ്റുപാട്, നല്ല സാഹചര്യം, നല്ല സ്നേഹിതന്മാർ, നല്ല ചാർച്ചക്കാർ, നല്ല വീഴ്ച, നല്ല ചുറ്റുപാട്, എല്ലാം അനുകൂല സാഹചര്യങ്ങൾ. ഒന്നിനും കുറവില്ലാതെ ഇവിടെ ജീവിക്കുന്നു. ശരി, പക്ഷേ അതൊന്നും എൻ്റെ സംതൃപ്തിയല്ല. അതിലൊന്നും സന്തോഷിക്കാൻ എനിക്ക് പറ്റുന്നില്ല. എനിക്ക് സന്തോഷിക്കാനൊരു വിഷയമുണ്ട്. വെൻ ഐ എവേക്ക് ഇൻ ഹെവൻ, ഞാൻ നീതിയിൽ നിൻ്റെ മുഖത്തെ കാണും. ഞാൻ നീതിയിൽ നിൻ്റെ മുഖത്തെ കാണും. നീതീകരണം പ്രാപിച്ച് ഞാൻ കടന്നു വരും. വെൻ ഐ എവേക്ക് ഇൻ ഹെവൻ ഐ വിൽ സീ യു ഫേസ് ടു ഫേസ്. ഐ വിൽ ബി ഫുള്ളി സാറ്റിസ്ഫൈഡ് ദെൻ. അപ്പോൾ ഞാൻ മുഴുവനായി സംതൃപ്തനായിരിക്കും. സഹോദരങ്ങളെ, അതാണ് സമാധാനം, അതാണ് ശാന്തി, പീസ്ഫുൾനെസ്, അതാണ് സമാധാന ജീവിതം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഹെലൻ കെല്ലർ എന്ന് പറയുന്ന ഒരു മഹതിയെക്കുറിച്ച്? ബാല്യത്തിൽ തന്നെ കണ്ണുകാഴ്ചയില്ല. പോകട്ടെ,
ബാല്യത്തിൽ തന്നെ മിണ്ടാൻ വയ്യ, ഊമയാണ്. ബാല്യത്തിൽ തന്നെ ചെവി കേൾക്കുകയില്ല, ബധിരയാണ്. അന്ധയും ഊമയും ബധിരയുമായ, ലോകത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഹതഭാഗ്യയായ ഒരു പെൺകുട്ടി. പക്ഷേ അവൾ വാടിയില്ല, അവൾ തളർന്നില്ല. അവളുടെ ഉള്ളത്തിൽ യേശുക്രിസ്തു അതിശയം പ്രവർത്തിച്ചു. ഹെലൻ കെല്ലർ, അന്ധയും ഊമയും ബധിരയുമായ ആ മഹതി, ലോകത്തിൽ ജീവിക്കുന്ന എല്ലാം തികഞ്ഞ അനേകമനേകം ആളുകൾക്ക് മഹത്തായൊരു മാതൃകയായി ഇന്നും മനുഷ്യ ഹൃദയങ്ങളിൽ പുളകം കൊള്ളിച്ചുകൊണ്ട് ഉൾക്കാഴ്ച നൽകിക്കൊണ്ട് ജീവിക്കുന്നു. കാരണമെന്ത്? അവളുടെ ജീവിതം അതുപോലെ വലയുന്ന അനേകർക്ക് ആശ്വാസം നൽകുന്നതായി തീർന്നു. അംഗഭംഗമുള്ളവർക്ക് സമാധാനം നൽകുന്നതായി തീർന്നു. പ്രിയപ്പെട്ടവരെ, എവിടെ കുറവുണ്ടോ കുറവ് നികത്താൻ ക്രിസ്തുവുണ്ട്. എവിടെ താഴ്ചയുണ്ടോ താഴ്ചയിൽ ഉയർച്ച തരാൻ ക്രിസ്തുവുണ്ട്. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സമാധാനം. നിങ്ങൾ ഒരുപക്ഷേ കേട്ട് കാണും, ജർമ്മനിയിലെ നാസി പടയാളികളുടെ, ഹിറ്റ്ലറുടെ പടയാളികളുടെ ക്രൂരമായ മർദ്ദനമേറ്റ് പിടഞ്ഞു മരിച്ച ബോൺഹോഫർ എന്ന് പറയുന്ന ഭക്തനായ ദൈവദാസനെക്കുറിച്ച്. ബോൺഹോഫർ വളരെ ഭക്തനായിരുന്നു, ദൈവദാസനായിരുന്നു. അദ്ദേഹം ക്രിസ്തുവിനെ പ്രസംഗിച്ചു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് അദ്ദേഹത്തെ നാസികൾ തടവിലാക്കി. 1945 ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ജയിലിൽ അദ്ദേഹം ആ തടവറയിലുള്ള തടവുകാരെയെല്ലാം വിളിച്ചു കൂട്ടി ഒരാരാധന നടത്തി. ആരാധന നടന്നപ്പോൾ അദ്ദേഹം അവരോട് പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തു ഉണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യശാലികളാണ് എന്ന് പറഞ്ഞു. ക്രിസ്തു ഹൃദയത്തിലുള്ളതാണ് ഭാഗ്യമെന്ന് അദ്ദേഹം പ്രസംഗിച്ചു. ആശ്വാസത്തിൻ്റെ സന്ദേശം അവർക്ക് കൊടുത്തു. ക്രിസ്തു നൽകുന്ന രക്ഷയുടെ സന്ദേശം അവർക്ക് കൊടുത്തു. ക്രിസ്തുവിൻ്റെ ക്രൂസിലെ രക്ഷയുടെ സന്ദേശം അവർക്ക് കൊടുത്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, മനുഷ്യൻ ജീവിക്കാനല്ല, ക്രൂസിൽ മരിച്ച ക്രിസ്തുവിൻ്റെ പിറകെ ക്രൂശും പേറി പോകാനാണ് ഓരോരുത്തരെക്കുറിച്ചും കർത്താവ് ആഗ്രഹിക്കുന്നത്. ക്രൂശിൻ്റെ വഴി നിങ്ങൾ തിരഞ്ഞെടുക്കുവീൻ, അദ്ദേഹം പറഞ്ഞു. ക്രൂശിൻ്റെ വഴി തിരഞ്ഞെടുക്കുവീൻ, സ്വയത്യാഗത്തിൻ്റെ വഴി, പീഡയുടെ വഴി, യാതനയുടെ വഴി നിങ്ങൾ തിരഞ്ഞെടുക്കുവീൻ, അദ്ദേഹം പ്രസംഗിച്ചു. പ്രസംഗം തീർന്നില്ല. പെട്ടെന്ന് വാതിൽ തള്ളി തുറന്ന് 2 ഭടന്മാർ കടന്നു വന്നു, നാസി പടയാളികൾ. അവരെ വന്നു, ഇവിടെ ബോൺഹോഫർ എന്ന തടവുപുള്ളി വരൂ, വിളിച്ചു. എന്താണ് സംഭവിക്കുന്നതെന്ന് തടവുകാർക്ക് മനസ്സിലായില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ഇത് എൻ്റെ അന്തിമ യാത്രയാണ്. കൊല്ലാൻ കൊണ്ടുപോകണമെന്നതിന് മനസ്സിലായി, ഇതെൻ്റെ അന്തിമ യാത്രയാണ്. പോകുമ്പോൾ അദ്ദേഹം പാട്ടുപാടിക്കൊണ്ടാണ് പോകുന്നത്. നമുക്കിതൊക്കെ പ്രസംഗിക്കാൻ പറ്റുമല്ലേ? ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് ആവേശം കൊള്ളും. പക്ഷേ അങ്ങനൊരു സാഹചര്യത്തിൽ നാം എത്തുമ്പോഴാണ് നമ്മുടെ വിശ്വാസം പരിശോധിക്കപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം മധുരമോഹനമായി പാടിക്കൊണ്ട് ആ പടയാളികളുടെ കൂടെ പോയി കഴുമരത്തിൻ്റെ ചുവട്ടിലേക്ക് എത്തുകയാണ്, തൂക്കിക്കൊല്ലാൻ പോവുകയാണ്. സ്നേഹിതരെ, അദ്ദേഹം ആ പടയാളിയോട് പറഞ്ഞു, നിങ്ങളുടെ നോട്ടത്തിൽ ഇതൊരന്ത്യമാണ്, പക്ഷേ എൻ്റെ കാഴ്ചയിലോ ഇത് മഹത്വത്തിലേക്കുള്ള പ്രവേശനമാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ നോട്ടത്തിൽ ഇതൊരു അന്ത്യമാണ്, ഇതൊരു അവസാനമാണ്, പക്ഷേ എൻ്റെ കാഴ്ചയിൽ ഇത് മഹത്വത്തിലേക്കുള്ളൊരു പ്രവേശനമാണ്. തീർത്തും നിർഭയമായി, നല്ല ശാന്തതയോടെ, പുഞ്ചിരിയോടെ ക്രിസ്തുവിൻ്റെ തിരുമുഖശോഭ കണ്ടുകൊണ്ട് അദ്ദേഹം കഴുമരത്തിലേറി. സമാധാനം, ക്രിസ്തു തരുന്ന സമാധാനം. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യം അങ്ങനെയാണ് പറയുന്നത്, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. കർത്താവായ യേശു ചെയ്ത ആ ഒടുവിലത്തെ പ്രസംഗത്തിൻ്റെ ഒടുവിലത്തെ ഉപസംഹാരവാക്യം എന്താണെന്നറിയാമോ? യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാം വാക്യം. യോഹന്നാൻ 14, 15, 16 3 അധ്യായങ്ങളിലാണ് യേശുക്രിസ്തുവിൻ്റെ ഒടുവിലത്തെ പ്രസംഗം നാം കാണുന്നത്. 11 പേര് മാത്രം കേൾക്കുന്ന ആ പ്രസംഗം, യൂദാ ഇസ്കരിയോത്ത പോയതിനു ശേഷം 11 ശിഷ്യന്മാരെ മാത്രം വിളിച്ചു കൂട്ടി ചെയ്ത പ്രസംഗം. ആ പ്രസംഗത്തിൻ്റെ ഉപസംഹാര വാക്കുകൾ കേൾക്കണമോ? യോഹന്നാൻ 16:33, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ,
ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. പീസ്ഫുൾനെസ്. ലോകത്തിൽ കഷ്ടമുണ്ട്, നിങ്ങളുടെ കഷ്ടത മാറ്റുമെന്നല്ല പറഞ്ഞത്. നിങ്ങളുടെ എല്ലാവരുടെയും രോഗം മാറ്റാമെന്നല്ല പറഞ്ഞത്. നിങ്ങളുടെ കുടുംബത്തിൽ നിറപടിയായി സമ്പത്ത് കൊണ്ടുവന്ന് തരാമെന്നല്ല പറഞ്ഞത്. നിങ്ങളുടെ ദുരിതവും യാതനയും ഇതാ ഈ സെക്കൻഡിൽ ഇൻസ്റ്റൻറ്റ് റിലീഫ് തരുമെന്നല്ല പറഞ്ഞത്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ലോകത്തെ ജയിച്ച ജേതാവായ ക്രിസ്തു പോയ വഴിയിലൂടെ പാപത്തോട് യാത്ര പറഞ്ഞ് പോയ വിശുദ്ധന്മാരുടെ രക്തത്തിൻ്റെ വളക്കൂറാണ് ഇന്ന് സഭയുടെ വളർച്ചയുടെ അടിസ്ഥാന ഘടകമെന്ന് അറിഞ്ഞിരുന്നാൽ നന്ന്. സഭയെന്ന് ഞാൻ പറയുമ്പോൾ ഏതെങ്കിലും ഒരു സമുദായത്തെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. സഭയെന്ന് പറയുമ്പോൾ ഇപ്പോൾ കാണുന്ന ദൃശ്യ സമുദായങ്ങളെയല്ല സൂചിപ്പിക്കുന്നത്. ഓർത്തഡോക്സ് സഭയെന്നോ യാക്കോബായ സഭയെന്നോ മാർത്തോമാ സഭയെന്നോ പെന്തിക്കോസ് സഭയെന്നോ CSI സഭയെന്നോ ബാപ്റ്റിസ്റ്റ് സഭയെന്നോ മെത്തോഡിസ്റ്റ് സഭയെന്നോ പ്രിയപ്പെട്ടവരെ അങ്ങനെ ഇവാഞ്ചലിക്കൽ ചർച്ചെന്നോ അങ്ങനെ ഏതെങ്കിലും ഒരു ഭൗതികമായ ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെ ഘടനയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട മണവാട്ടിയാണ് സത്യസഭ. ക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട മണവാട്ടി, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ പാപത്തിൽ നിന്ന് കഴുകൽ പ്രാപിച്ച് പുതിയ ജീവിതം ആരംഭിച്ച് ക്രിസ്തുവിനോട് നിരന്തരമായി ജീവിച്ച് പരിശുദ്ധാത്മാവ് നൽകുന്ന വിശുദ്ധീകരണം അനുഭവിച്ച് നിരന്തരം ക്രിസ്തുവിനോട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന പ്രത്യാശയുള്ള ദൈവമക്കൾ ചേർന്നതാണ് സത്യസഭ. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു എന്ന് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം ആദ്യ ഭാഗത്ത് നാം വായിക്കും. രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് സഭ. രക്ഷ അനുഭവിക്കണം പ്രിയപ്പെട്ടവരെ. സഭ ഇംഗ്ലീഷിൽ എക്ലീസിയ എന്ന് പറയും. എന്താണ് സഭ? എന്താണ് എക്ലീസിയ? ദോസ് ഹു ആർ കോൾഡ് ഔട്ട് ഓഫ് ദ വേൾഡ് എന്നാണ് അതിൻ്റെ അർത്ഥം. ലോകത്തിൽ നിന്ന് വിളിച്ച് വേർതിരിക്കപ്പെട്ട സമൂഹം. ദോസ് ഹു ആർ കോൾഡ് ഔട്ട് ഓഫ് ദ വേൾഡ്. സഹോദരങ്ങളെ, ലോകത്തിൻ്റെ മോഹങ്ങളിൽ നിന്ന്, ലോകത്തിൻ്റെ ഇമ്പങ്ങളിൽ നിന്ന്, ലോകത്തിൻ്റെ പ്രതാപങ്ങളിൽ നിന്ന്, ലോകത്തിൻ്റെ മ്ലേച്ഛതകളിൽ നിന്ന്, ലോകത്തിൻ്റെ മാന്യതകളിൽ നിന്ന്, ലോകത്തിൻ്റെ കാഴ്ചപ്പാടുകളിൽ നിന്ന്, ലോകത്തിൽ നിന്ന് വിളിച്ചു വേദനിക്കപ്പെട്ട വിശുദ്ധന്മാരുടെ സമൂഹമാണ് സഭ. സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇന്ന് നിങ്ങൾക്ക് ഈ സമാധാനം വേണമോ? ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവമായി മാറുക. ക്രിസ്തുവിൻ്റെ ശരീരമാണ് സഭ. ഈ സഭയുടെ അവയവമായി നാം മാറുക. നാം ഓരോരുത്തരും ഇവിടെ വെച്ച് ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവമായി മാറിയില്ലെങ്കിൽ, ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി തീർന്നില്ലെങ്കിൽ, നാം അക്കരെ ചെല്ലുമ്പോൾ, മരണം വഴിയായി കടന്നു ചെല്ലുമ്പോൾ നിത്യസമാധാനം നമുക്ക് നഷ്ടപ്പെടും. നിത്യസമാധാനമുണ്ട്, ശാശ്വത ശാന്തിയുണ്ട്, എക്കാലത്തും നിലനിൽക്കുന്ന സമാധാനം. എവിടെ? സ്വർഗത്തിൽ, നിത്യരാജ്യത്തിൽ, നിത്യസ്വർഗീയ രാജ്യത്തിൽ നിത്യസമാധാനം വേണം. നമുക്കെല്ലാം നിത്യശാന്തി വേണം. ഇവിടെയുള്ള ജീവിതം താൽക്കാലികമല്ലേ? ഇവിടെയുള്ള ജീവിതം ക്ഷണികമല്ലേ? നാം പാടും മായ മായ. അതേ പ്രിയപ്പെട്ടവരെ, എല്ലാം മായയാണ്, എല്ലാം മായ. ഒന്നും ശാശ്വതമല്ല. ഇവിടെ കാണുന്ന സ്വത്ത് ശാശ്വതമല്ല. ഇവിടെ കാണുന്ന താൽക്കാലിക ജീവിതം, ക്ഷണികമായ സന്തോഷങ്ങൾ, നൈമിഷികമായ ഉല്ലാസങ്ങൾ, അല്പനേരത്തെ രസങ്ങൾ എല്ലാം മാറി മറഞ്ഞു പോകും. സങ്കീർത്തനക്കാരൻ പറഞ്ഞു, യദൂഥൂവിൻ്റെ സങ്കീർത്തനത്തിൽ 39-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞു, 4-ാം വാക്യം മുതൽ, യഹോവേ, എൻ്റെ അവസാനത്തെയും എൻ്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ. ഞാൻ എത്ര ക്ഷണികരെന്ന് ഞാൻ അറിയുമാറാകട്ടെ. ഇതാ നീ എൻ്റെ നാളുകളെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്രേ. മനുഷ്യരൊക്കെയും വെറും നിഴലായി നടക്കുന്നു നിശ്ചയം. അവർ വ്യർത്ഥമായി പരിശ്രമിക്കുന്നു നിശ്ചയം. അവൻ ധനം സമ്പാദിക്കുന്നു, ആരനുഭവിക്കുമെന്ന് അറിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, ദാവീദിന് പാപക്ഷമ കിട്ടി, ഇനി സമാധാനമായി കിടന്നുറങ്ങാം. അനേകം ആളുകൾ സമാധാനമായി ഉറങ്ങാൻ പറ്റുന്നില്ല. ഉറക്കം വരുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല. ഒരു യുവാവ് പറഞ്ഞു, എനിക്ക് ഉറക്കം കിട്ടുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല. അവൻ്റെ അപ്പനും അമ്മയും കൂടെയുണ്ട്. അപ്പനും അമ്മയും അത് തന്നെ പറഞ്ഞു, ഇവൻ ഉറക്കമില്ല, എന്തോ ഒരു ഭയം അവനെ അലട്ടുന്നു, എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ ചോദിച്ചു, മോനെ എന്താ പ്രശ്നം? നല്ല ഉയർന്ന വിദ്യാഭ്യാസമുള്ളൊരു യുവാവ്, ഉയർന്ന വിദ്യാഭ്യാസം, നല്ല സാമൂഹികമായ നല്ല നിലവാരമുള്ളൊരു കുടുംബം, നല്ല ആഭിജാത്യവും തറവാടിത്തമുള്ള മാതാപിതാക്കൾ. എന്താ കുഴപ്പം കുഞ്ഞെ? എന്താ നിൻ്റെ പ്രശ്നം? ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. അവൻ പറഞ്ഞു, എനിക്ക് സമാധാനമില്ല.
എന്താണെന്ന് അറിഞ്ഞുകൂടാ, എനിക്ക് സമാധാനമില്ല. ഞാൻ പറഞ്ഞു, കുഞ്ഞേ, സമാധാനം നഷ്ടപ്പെടുത്തുന്നത് പിശാചാണ്, സമാധാനം തരുന്നത് ക്രിസ്തുവാണ്. അന്തിക്രിസ്തു സമാധാനം നഷ്ടപ്പെടുത്തും, ക്രിസ്തു സത്യസമാധാനം തരും. ക്രിസ്തുവിനെ നീ കൈക്കൊള്ളണം. വെറുതെ കൈക്കൊണ്ടെന്ന് പറഞ്ഞാൽ ക്രിസ്തു വരില്ല. നിൻ്റെ ഹൃദയത്തിലുള്ള മ്ലേച്ഛതകൾ, അന്ത്യക്രിസ്തുവിന് അവകാശമുള്ള കാര്യങ്ങൾ, നിൻ്റെ ഹൃദയത്തിൽ എതിർ ക്രിസ്തു എന്ന് പറയുന്ന ആൻറ്റി ക്രൈസ്റ്റിന് നിന്നിൽ ഇടമുള്ളതായ കാര്യങ്ങൾ, സാത്താൻ അവകാശമുള്ള കാര്യങ്ങൾ, പാപങ്ങൾ നിൻ്റെ ഹൃദയത്തിൽ നിന്ന് നീ പറിച്ചെറിഞ്ഞ് കളയണം. പാപത്തോട് നീ യാത്ര പറയണം. പാപം എന്തെല്ലാമെന്ന് കണ്ടുപിടിക്കണം. പാപം കണ്ടുപിടിച്ച് പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. ഇനിമേൽ പാപം ചെയ്യുകയില്ലെന്ന് തീരുമാനിക്കണം. ലംഘനങ്ങളെ മറച്ചു വയ്ക്കുന്നതിന് ശുഭം വരികയില്ല, അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. ഞാൻ ആ ചെറുപ്പക്കാരന് പറഞ്ഞു കൊടുത്തു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ പറഞ്ഞു, പോയി ദൈവസന്നിധിയിൽ തന്നെത്താൻ ഇരുന്ന് പാപങ്ങളെല്ലാം കണ്ടുപിടിച്ച് എല്ലാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക, ഒരു പുതിയ ജീവിതം തുടങ്ങുക. സമാധാനം നിൻ്റെ ഹൃദയത്തിലേക്ക് ഇരച്ചു കയറുമെന്ന് പറഞ്ഞു. സമാധാനം ഹൃദയത്തിലേക്ക് ഇരച്ചു കയറും. ഇന്ന് നിങ്ങൾ ഈ സമയത്ത് സമാധാനം കൊതിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സമാധാനം വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. ഉറക്കം വരാത്ത രാത്രികൾ അല്ലേ സ്നേഹിതരെ? അങ്ങനെയില്ലേ? തിരിഞ്ഞും മറിഞ്ഞും കിടക്കും. പോയി നേരെ ഒന്ന് വെളുത്തിരുന്നെങ്കിൽ, നേരം വെളുത്താലോ, നേരെ ഒന്ന് സന്ധ്യയായിരുന്നെങ്കിൽ. പ്രിയപ്പെട്ടവരെ, ഒരു പെൺകുട്ടി പറഞ്ഞു, സാറേ, എനിക്ക് ഉറങ്ങാൻ പേടിയാണ്. അതെന്താ? ഉറക്കത്തിൽ ഞാൻ ചില ദുസ്വപ്നങ്ങൾ കാണും. എന്നെ ആരോ എടുത്ത് എറിയുന്നത് പോലെ തോന്നും. കിടക്കയിൽ നിന്ന് മുകളിലോട്ടിട്ട് എറിയും. ഞാൻ ഉച്ചത്തിൽ അലറി കരഞ്ഞുകൊണ്ട് ഞാൻ ഞെട്ടി എഴുന്നേക്കും. അമ്മ അരികത്ത് അമ്മ വിളിക്കും, മോളെ എന്നാ അമ്മ വിളിക്കും. സാറേ, ഞാൻ എന്ത് പറയേണ്ടു? എനിക്ക് സന്ധ്യയാകുമ്പോൾ പേടി തുടങ്ങും. ഉറങ്ങണമല്ലോ എന്നാണ് എൻ്റെ പേടി. കാരണം ആരോ എൻ്റെ കഴുത്തിൽ അമർത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിക്കുന്നത് പോലെ. ഞാൻ പറഞ്ഞു കൊടുത്തു, മോളെ, അത് പിശാചാണ്, പൈശാചിക ശക്തിയാണ്. നിൻ്റെ ജീവിതം ക്രിസ്തുവിന് കൊടുത്താൽ, അത്യുന്നതനും മഹാപരിശുദ്ധനുമായ ക്രിസ്തു നിൻ്റെ ഹൃദയത്തിൽ വന്ന് വസിച്ചാൽ, നിൻ്റെ ജീവിതം സമാധാനം നിറയും. ദുസ്വപ്നങ്ങൾ നിന്നെ അലട്ടുകയില്ല. പൈശാചിക ശക്തി നിന്നെ വിട്ടുപോകും. നിൻ്റെ മേൽ പിശാചിന് അവകാശമില്ലാതിരുന്നാൽ മാത്രം മതി. കുഞ്ഞേ, നിനക്ക് സമാധാനം ഇനിയും കിട്ടും. സമാധാനത്തോടെ കിടന്നുറങ്ങാം. സ്നേഹിതരെ, നിങ്ങളോട് ഞാൻ വിനയപൂർവ്വം ചോദിക്കട്ടെ, സമാധാനത്തോടൊന്ന് ഉറങ്ങാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? സമാധാനത്തിൻ്റെ പകലുകളും സമാധാനത്തിൻ്റെ രാവുകളും കിട്ടാൻ നിങ്ങൾ കൊതിയുണ്ടോ? കടത്തിൽ വീർപ്പ് മുട്ടി ഞെരുങ്ങുന്നവർ സമാധാനമില്ലാതെ അഴലാറുണ്ട്. അയ്യോ, എങ്ങനെ മനുഷ്യരുടെ മുഖത്ത് നോക്കും? ഒരു സൽപ്പേരുണ്ടായിരുന്നു, എല്ലാം പോയല്ലോ. സമയത്ത് കൊടുക്കാൻ പറ്റിയില്ല. കൊടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചാണ് കടം മേടിച്ചത്. അയ്യോ, എന്തു ചെയ്യും? 10 രൂപ കിട്ടിയാൽ 100 രൂപയുടെ ആവശ്യം വന്നു കഴിഞ്ഞു. എന്തു ചെയ്യും? സമാധാനമില്ല. കടം കൂടിക്കൂടി വരുന്നു. പലിശ കൊടുത്ത് വിഷമിക്കുന്നു. അന്യായ പലിശ. ഇന്ന് പലിശ കൊടുത്ത് തന്നെ മുതലിനേക്കാൾ അപ്പുറം കൊടുത്തു കഴിഞ്ഞു. പക്ഷേ മുതലും അതിൻ്റെ മേൽ കൂടുതൽ രൂപയും ഇപ്പോൾ കടം പിന്നെയും വർദ്ധിച്ചു നിൽക്കുന്നു. എന്തു ചെയ്യും? കടത്തിൽ വീർപ്പ് മുട്ടി സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റാത്തവരുണ്ട്. രോഗത്തിൻ്റെ ആവലാതിയിൽ വലഞ്ഞ് സമാധാനം നഷ്ടപ്പെട്ടവരുണ്ട്. മാരകമായ രോഗം പിടിപെട്ടു. ഇതാ ജീവിതം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ഈ ലോക ജീവിതത തീരുകയാണ്. അയ്യോ, എൻ്റെ ദൈവമേ, ഇതാ ഈ മരണം എന്നെ പിടികൂടുമല്ലോ. എല്ലാം പ്രിയപ്പെട്ടവരെല്ലാം അവരെല്ലാം വിട്ട് ഞാൻ അക്കരയ്ക്ക് പോകേണ്ടി വരുമല്ലോ. മനസ്സിൽ അസ്വസ്ഥത വർദ്ധിക്കുന്നു. രോഗം കൂടിക്കൂടി വരുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങളോട് പറയട്ടെ, ഇവിടെ സമാധാനം വേണം, കടന്നു ചെല്ലുമ്പോൾ സമാധാനം വേണം. ഇവിടെ ശാന്തി വേണം, അക്കരെ ദേശത്ത് ചെല്ലുമ്പോൾ സമാധാനം വേണം. നിത്യസ്വർഗം വേണം. വേണമോ? തരാൻ യേശു വന്നിട്ടുണ്ട്. അവനിതാ നിങ്ങളുടെ അരികത്തൂടെ നടക്കുകയാണ്. അവൻ നിങ്ങളുടെ സമീപത്തൂടെ നടക്കുകയാണ്. അവൻ നിങ്ങളെ ആളാൻ പ്രതി നോക്കുകയാണ്. നിങ്ങൾക്ക് സമാധാനം തരാൻ അവൻ്റെ കരം നീട്ടിയിട്ടുണ്ട്. ആ കരം ഉയർന്നിട്ടുണ്ട്. വെള്ളപ്രാക്കൾ പറന്നു വരുന്നുണ്ട്. സ്വർഗീയ പ്രാവുകൾ പറന്നു വരുന്നുണ്ട്. മകനെ, നിൻ്റെ ശിരസിൽ പ്രാവുകൾ ഒന്ന് പൊരുന്നിരിക്കട്ടെ. ദൈവവൈതലേ, നിൻ്റെ ശിരസിൽ വെള്ളപ്രാവ് പറന്നു വന്നിരിക്കട്ടെ. മകളെ, നിൻ്റെ ജീവിതം സമാധാനം നിറഞ്ഞതാകട്ടെ.
കണ്ണീര് കുടിച്ച് നീ വലഞ്ഞില്ലേ? യാതനയേറ്റ് നീ പിടഞ്ഞില്ലേ? ദുരിതം ദുരിതം എന്നും ക്ലേശം നീ ആകെ വലഞ്ഞുലഞ്ഞ് തളർന്നില്ലേ? മകനെ, നിന്റെ ജീവിതമാകെ വലഞ്ഞു പോയില്ലേ? ഇതാ യേശു നിന്റെ അരികത്ത് വന്ന് നിൽക്കുന്നു. നിന്റെ ഭാര ചുമടുകളെല്ലാം തൻ്റെ ചുമലിലേക്ക് ഏറ്റെടുക്കാൻ യേശു ഇതാ നിന്റെ അരികത്ത് വന്ന് നിൽക്കുന്നു. നിന്റെ സകല ഭാരങ്ങളും യേശു ഏറ്റെടുക്കും. നിന്റെ മുതുകിലിരിക്കുന്ന സകല ഭാണ്ഡക്കെട്ടുകളും യേശു ഏറ്റെടുക്കും. സകല ബേർഡൻസ്, സകല ഭാരങ്ങൾ, സകല ചുമടുകൾ എല്ലാം യേശു തൻ്റെ ചുമലിലേക്ക് എടുക്കും. നിന്നെ യേശു സ്വതന്ത്രനാക്കി വിട്ടയക്കും. നിനക്ക് സ്വാതന്ത്ര്യം തരും, നിനക്ക് പാപമോചനം തരും, നിനക്ക് സൗഖ്യം തരും, നിനക്ക് സമാധാനം തരും, നിത്യജീവന്റെ അവകാശം തരും. ആരാണ് തരുന്നത്? നിനക്ക് വേണ്ടി ക്രൂസിൽ മരിച്ച ക്രിസ്തു, നിനക്ക് വേണ്ടി 3 ആണികളിൽ പിടഞ്ഞ ക്രിസ്തു, മകനെ നിനക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ച ക്രിസ്തു. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് ഇവരറിയായാൽ ഓരോ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ച ക്രിസ്തു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്നെ കൈവിട്ടതെന്ത് എന്ന് പറഞ്ഞ് കരഞ്ഞ ക്രിസ്തു. എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ക്രൂസിന്മേൽ കിടന്ന് പിടഞ്ഞ ക്രിസ്തു. എല്ലാം നിവൃത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് സംതൃപ്തിയോടെ എൻ്റെ പിതാവേ, എൻ്റെ ആത്മാവിനെ നിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നത് പറഞ്ഞ് പ്രാണനെ വിട്ട ക്രിസ്തു. അവിടെ നിന്ന് ഇതാ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു. സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ, ഇതാ നിൻ്റെ മാതാവ് എന്ന് പറഞ്ഞ് പ്രിയപ്പെട്ട മാതാവിനെയും പ്രിയപ്പെട്ട ശിഷ്യനെയും പരസ്പരം ഫലമേൽപ്പിച്ച ക്രിസ്തു. അനാഥന്മാരെ സംരക്ഷിക്കുന്ന ക്രിസ്തു. വിധവകളെയും അഗതികളെയും സംരക്ഷിക്കുന്ന ക്രിസ്തു. അപ്പനില്ലാത്തവർക്ക് അപ്പനായി എഴുന്നള്ളി വരുന്ന ക്രിസ്തു. ഭർത്താവ് മരിച്ചുപോയവർക്ക് അരുമ മണവാളനായി താങ്ങും തണലുമായി നിൽക്കുന്ന ക്രിസ്തു. പ്രിയപ്പെട്ടവരെ, എനിക്ക് ആരോരുമില്ലെന്ന് പറഞ്ഞ് കരയുന്നവർക്ക് ഞാനുണ്ട് മകനെ നിനക്ക്, മകളെ ഞാനുണ്ട് നിനക്ക് എന്ന് പറഞ്ഞ് നിന്നെ ആശ്വസിപ്പിക്കുകയും നിന്നെ തലോടുകയും നിനക്ക് സ്നേഹം പകരുകയും ചെയ്യുന്ന ക്രിസ്തു. അവനെ നിങ്ങൾ വിളിക്കുമോ? അവനെ നിങ്ങൾ ക്ഷണിക്കുമോ? അവനെ നിങ്ങളുടെ ചങ്ക് തുറന്ന് എതിരേൽക്കുമോ? നാഥാ, എഴുന്നള്ളി വരണമേ, പീസ്ഫുൾനെസ് തരണമേ, സമാധാനം തരണമേ. ധാന്യം വീഞ്ഞ് വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനേ, അൻപുള്ള രക്ഷിതാവേ, ഈ മനോഹരമായ സമയത്തിനായി സ്തോത്രം. ജീവൻ്റെ തിരുവചനങ്ങൾക്കായി സ്തോത്രം. സ്നേഹത്തിൻ്റെ അരുളപ്പാടുകൾക്കായി സ്തോത്രം. സ്വർഗത്തിൻ്റെ ദൂതുകൾക്കായി സ്തോത്രം. പൊന്നുതിരുമേനി ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനായി സ്തോത്രം. കർത്താവേ, ഈ വചനം കേട്ട് എല്ലാവരെയും തലോടണമേ കർത്താവേ. അവിടുത്തെ ആണിപ്പാടുള്ള കരം തീരുമാനമെടുത്തവരുടെ ശിരസിൽ വെക്കണമേ കർത്താവേ. സമാധാനം കാക്ഷിക്കുന്നവർക്ക് സത്യസമാധാനം നൽകണമേ. ആശ്വാസമറ്റവർക്ക് ആശ്വാസം നൽകണമേ. കലങ്ങിപ്പോയ കുടുംബങ്ങളെ ഒന്ന് നേരെയാക്കണമേ കർത്താവേ. ശരീര സൗഖ്യമില്ലാതെ രോഗത്തിൽ വലയുന്നവർക്ക് ഒരു സൗഖ്യം കൊടുക്കണമേ കർത്താവേ. കടത്തിൽ ഞെരുങ്ങി വലയുന്നവർക്ക് ഒരു പോംവഴി നൽകണമേ കർത്താവേ. എൻ്റെ ജീവനുള്ള ദൈവമേ, വിവിധ പ്രശ്നങ്ങളിൽപ്പെട്ട് ഉഴലുന്നവർക്ക് സമാധാനത്തിന്റെ പുതുപാതത്തെ അവിടുന്ന് തെരഞ്ഞെടുത്ത് കൊടുക്കണമേ കർത്താവേ. അനുഗ്രഹിക്കണമേ, എല്ലാവരെയും വാഴ്ത്തണമേ, തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമീൻ.